നമസ്കാരം, ഞാൻ ആസിർ പന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാണ് തുടങ്ങിയത്. ഇന്ന് നമുക്ക് ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഇന്നലെ മയക്കുമരുന്ന് ക്രിമിനൽ സംഘങ്ങളെക്കുറിച്ചും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിയമപാലകരെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് മയക്കുമരുന്ന് ഉപയോഗമുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വരെ എത്തിയ മയക്കുമരുന്ന് മാഫിയകളെക്കുറിച്ചുമാവാം ചർച്ച. ഗൾഫിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ മകൻ, നല്ല മതബോധവും അച്ചടക്കവുമുള്ള ചെറുപ്പക്കാരൻ, കേരളത്തിലെ ഒരു പ്രമുഖ കുടുംബാംഗവും സൗദി അറേബ്യയിലെ ഒരു പ്രമുഖ ബിസിനസ് സംരംഭകനുമായ ഒരു വ്യക്തിയുടെ മകളുമായി ആ ചെറുപ്പക്കാരൻ വിവാഹാലോചന നടത്തുന്നു. രണ്ട് കുടുംബങ്ങൾക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. സുന്ദരിയായ പെൺകുട്ടി, നല്ല പെരുമാറ്റം, ഉയർന്ന വിദ്യാഭ്യാസം. ഇനി മറ്റൊന്നും ആലോചിക്കേണ്ട, വിവാഹം നടത്താനുള്ള ചർച്ചകൾ അങ്ങനെ പുരോഗമിക്കുന്നു. ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ വളരെ സന്തോഷമായി. എന്നാൽ നമ്മളിനി കാര്യങ്ങളുമായി അങ്ങ് മുന്നോട്ട് പോവുകയല്ലേ എന്ന് ബന്ധുക്കളിൽ ഒരാൾ ചോദിച്ചു. അപ്പോൾ ചെറുപ്പക്കാരൻ ഇടക്ക് കയറി പറഞ്ഞു, എനിക്ക് ഒരാഴ്ച സമയം വേണം, എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാം. ഇത്രയും നല്ലൊരു ബന്ധം കിട്ടാനില്ല, ഇവനെന്താ ഇങ്ങനെ പറയുന്നത്? ബന്ധുക്കൾക്കും മറ്റുമൊക്കെ ചെറിയ നീരസമുണ്ടായി. 2 ദിവസത്തിന് ശേഷം ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ലിങ്ക് മകൻ പിതാവിന് കാണിച്ചു കൊടുക്കുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. അയൽ സംസ്ഥാനത്ത് MBBS പഠിക്കുന്ന ഈ പെൺകുട്ടി പഠിച്ചിരുന്ന സമയത്ത് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ഈ കുട്ടിയുടെയും മറ്റു കൂട്ടുപ്രതികളുടെയും ഫോട്ടോ സഹിതം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വിശദമായ ഒരു വാർത്ത. ഇത് ഒരു പ്രസിദ്ധീകരണത്തിൽ മാത്രമല്ല, കൂടുതൽ പരതിയപ്പോൾ മറ്റ് ഓൺലൈൻ മാഗസിനിലെല്ലാം തന്നെ ഈ വാർത്ത വന്നിരിക്കുന്നു. സാധാരണ കർണാടകയിൽ സാമ്പത്തിക ശേഷിയുള്ള മലയാളി കുടുംബങ്ങളിലെ പെൺകുട്ടികളെ തേടി പിടിച്ച് അവരെ ഫോളോ ചെയ്ത് അവരുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കുന്ന ഒരു സംഘം തന്നെ അവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. മയക്കുമരുന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെങ്കിലും ഇവർ മയക്കുമരുന്ന് ബിസിനസ്സിൽ പങ്കാളികളല്ല, എന്നാൽ അവരത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് തെളിയാൻ കഴിഞ്ഞത്. ഏകദേശം 3.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പെൺകുട്ടിയെ കേസിൽ നിന്ന് ഊരിയെടുത്തത് എന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രമുഖൻ്റെ മകൻ്റെ വിവാഹാലോചനയും നടക്കാതെ പോയത് മദ്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ, വളരെ സൗമ്യനും സുന്ദരനും സുമുഖനും എല്ലാം ഒത്തിണങ്ങിയ ചെറുപ്പക്കാരൻ. അവൻ മധ്യ കേരളത്തിലെ ഒരു പ്രമുഖ കുടുംബത്തിൽ പെണ്ണ് കാണാൻ കുടുംബസഹിതം ചെന്നതാണ്. പെങ്കൊച്ചിനെ കണ്ടപ്പോൾ ചെക്കൻ എവിടെയോ കണ്ടു മറന്ന ഒരു മുഖം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തൻ്റെ ജൂനിയറായ പെൺകുട്ടി മദ്യപിച്ചു ലക്ക് കെട്ട് വാള് വെച്ച് ബോധം കെട്ട് ആ കൊച്ചിനെ സ്ട്രെച്ചറിലെടുത്ത് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നു. അതെ, സംശയമില്ല, ഇത് ആ കുട്ടി തന്നെയാണ്. ഈ അറിഞ്ഞ വിവരം ഒന്നും അവരുടെ വീട്ടുകാരെ അറിയിക്കാതെ തന്നെ നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരിറങ്ങി. എങ്ങനെയുണ്ട് ഈ അനുഭവകഥ കേട്ടിട്ട്? അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ മക്കളെ വലവീശി പിടിക്കുന്ന, അന്യ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും മതപഠന കേന്ദ്രങ്ങളിൽ വരെ ഇവർ വല വീശി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടി, എൻ്റെ വളരെ വേണ്ടപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ കഥ കൂടി പറയാം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ്. നല്ല കുട്ടി, നല്ല പെരുമാറ്റമാണ്, ആരോടും അധികമായി സംസാരിക്കില്ല, കളവ് പറയില്ല, മറ്റ് കുരുത്തക്കേടുകളൊന്നും ഇല്ലാത്ത അച്ചടക്കമുള്ളൊരു കുട്ടി. അവൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും വൈകുന്നേരം വന്നിട്ട് ഉമ്മയോടെ ഈ കഥ പറയും. അപ്പോൾ ഒരു ദിവസം അവൻ ഉമ്മയോട് പറയാണ്, ഉമ്മ എനിക്ക് പേടിയാവണം സ്കൂളിൽ പോകാൻ. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ കൂടെ പഠിക്കണ ചില കുട്ടികൾ അവർ ബ്ലേഡ് കൊണ്ട് വായിൽ നാവ് മുറിവാക്കിയിട്ട് അതിൽ പിന്നെ വായിലൊരു പൊടിയിട്ട് കഴിക്കും. പിന്നെ അവരെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ പുത്തൻ ശൈലികൾ പരീക്ഷിച്ച് നോക്കുന്നത്. ഇനി മറ്റൊരു കഥയും കൂടി ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. കേരളത്തിലെ ഒരറിയപ്പെടുന്ന മതപ്രഭാഷകന് ഒരു നിക്കാഹ് നടത്തിയ കഥ എന്നോട് പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകൾ അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമം. നാട്ടിലെ പൗരപ്രമുഖൻ്റെ മകളുടെ കല്യാണമാണ്. മണവാളനും കൂട്ടുകാരും ഒക്കെ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിച്ചു. 1 or 2 പ്രായം ചെന്നവരൊഴിച്ചാൽ ബാക്കി മുഴുവൻ ആളുകളും 18 വയസ്സിനും 30 വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാരാണ്. നിക്കാഹിന് മുമ്പ് ഉസ്താദ് ഒരു ഉത്ബോധന പ്രസംഗം നടത്തുക പതിവാണ്. വളരെ മനോഹരമായ ശൈലിയിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗം ആരും കേട്ടിരുന്നു പോകും. എന്നാൽ ഇന്നത്തെ പ്രസംഗത്തിന്
ശ്രോതാക്കൾക്ക് അല്പം ആവേശം കൂടുതലായിരുന്നു എന്ന് ഉസ്താദിന് തോന്നി. ഉസ്താദ് ഓരോ വാക്കുകളും പറഞ്ഞു പൂർത്തിയാക്കുമ്പോൾ സദസ്സിൽ നിന്ന് നീണ്ട കയ്യടി. ചെറുപ്പക്കാർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കയ്യടിക്കുന്നു. ഉസ്താദിന് ജീവിതത്തിൽ ഇതൊരു പുതിയ അനുഭവമാണ്. 10 മിനിറ്റ് പ്രസംഗം കഴിഞ്ഞ് നിക്കാഹിൻ്റെ സമയമായി. വരൻ്റെയും വധുവിൻ്റെ പിതാവിൻ്റെയും കൈപിടിച്ച് ഉസ്താദ് കബിൽത്തു നിക്കാഹ എന്ന് ചൊല്ലിക്കൊടുത്തു. അപ്പം സദസ്സിൽ നിന്ന് മണവാളൻ്റെ കൂടെ വന്ന് മുഴുവൻ ചെറുപ്പക്കാരും കൂടിയിട്ട് അതേ സ്വരത്തിൽ പറയുന്നു കബിൽത്തു നിക്കാഹ. ഇങ്ങനെ ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്നതൊക്കെ വള്ളി പുള്ളി തെറ്റാതെ ഈ സദസ്സിലുള്ള ഈ ചെറുപ്പക്കാർ വിളിച്ചു പറയുന്നു. ഉസ്താദ് എന്തോ പന്തികേട് മണത്തു. നിക്കാഹ് നിർത്തിവെച്ച് അല്പം രൂക്ഷമായ ഭാഷയിൽ തന്നെ ചില കാരണവന്മാരും ഉസ്താദ് ചെറുപ്പക്കാരെ ഉപദേശിച്ചു. അപ്പോൾ ചെറുപ്പക്കാർ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളൊക്കെ പെണ്ണ് കെട്ടാത്ത ചെറുപ്പക്കാരാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണാതെ പഠിക്കണ്ടേ എന്ന്. എന്തെന്നാലും കല്യാണം മുടങ്ങരുത് എന്ന് കരുതിയിട്ട് ഈ പയ്യനെയും കൊണ്ട് അകത്തെ റൂമിൽ കൊണ്ടുപോയി വാതിലടച്ച് നിക്കാഹ് നടത്തി കൊടുത്തു. ജീവിതത്തിൽ കൈത്താങ്ങാവേണ്ട മക്കള് ജീവിതത്തിൻ്റെ നേർവഴിയിൽ നിന്ന് കുതറി ഇരുൾ വഴികളിലൂടെ ശിഷ്ടജീവിതം തള്ളി നീക്കുമ്പോൾ തള്ളാനും കൊള്ളാനും പുറത്തു പറയാനും കഴിയാതെ വീർപ്പുമുട്ടുന്ന എത്ര രക്ഷിതാക്കൾ നമ്മൾക്കിടയിലുണ്ട്. നമ്മൾ രാവിലെ സ്നേഹത്തോടെ സ്കൂളിലേക്കും കോളേജിലേക്കും യാത്ര പറഞ്ഞയക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്ത് കഴുകൻ കണ്ണുകളുമായി ആരൊക്കെ എവിടെയൊക്കെ പതിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ കുട്ടി എന്തു തന്നെയായാലും അവരുടെ ചതിക്കുഴിയിൽ വീണില്ല. എന്നാൽ ഇത്തരക്കാരുടെ വലയിൽപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരുപാട് കുട്ടികളുടെ കഥ എനിക്കറിയാം. പലതും പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഐസ്ക്രീമിൻ്റെയും മിഠായിയുടെയും ഒക്കെ രൂപത്തിലും ജ്യൂസിൻ്റെയും ആയുർവേദ അലോപ്പതി മരുന്നുകളുടെയൊക്കെ രൂപത്തിൽ നമ്മളെയും നമ്മുടെ മക്കളെയും കാത്തിരിക്കുന്ന അപകടങ്ങൾ കണ്ടെത്താനും ഇത് വിൽപ്പനക്കാരുടെ പേരിൽ നടപടിയെടുക്കാനും നിയോഗിക്കപ്പെട്ട നിയമപാലകർ വരെ അതിൻ്റെ കണ്ണികളാണെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നാട്ടിലെ ചില കൂൾബാറുകളിലെ അമിതമായ തിരക്കും ഹോസ്പിറ്റലുകളും മറ്റുമില്ലാത്ത ചെറിയ ടൗണിൽ പോലും തുടങ്ങിയിരിക്കുന്ന അലോപ്പതി ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളും ചില ബ്യൂട്ടി പാർലറുകളും വരെ ഇതിൻ്റെ വിൽപ്പന കേന്ദ്രങ്ങളാണത്രേ. മയക്കുമരുന്ന് മാത്രമല്ല, ഓൺലൈൻ ചൂതാട്ടവും മണി ചെയിനും പണമിരട്ടിപ്പിക്കലുമൊക്കെ ഇന്ന് അവരൊക്കെ ഈ ടീമൊക്കെ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം വിദ്യാർത്ഥികളെയാണ്. ഇന്നലെ നമ്മൾ ഒരു വാർത്ത കേട്ടു. കോഴിക്കോട് ജില്ലയിൽ ഒരു പറ്റം വിദ്യാർത്ഥികളെ ഉത്തരേന്ത്യയിൽ വന്ന പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഈ കുട്ടികളെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിപ്പിച്ച് അക്കൗണ്ടിലേക്ക് മറ്റുള്ള ആളുകളുടെ പണം അയപ്പിക്കുകയും ഇത് അവർ പിൻവലിക്കുകയും ചെയ്യും. കുട്ടികൾക്ക് ചെറിയ പോക്കറ്റ് മണി നൽകും, ബാക്കി അവർ പിൻവലിച്ചു കൊണ്ടുപോകും. ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിച്ച ഉത്തരേന്ത്യയിൽ നിന്ന് പോലീസ് എത്തിയപ്പോഴാണ് നാട്ടുകാരും വീട്ടുകാരൊക്കെ ഇവർ അറിയുന്നത്. കോഴിക്കോട് നാദാപുരം കുറ്റ്യാടി വില്യാപ്പള്ളി പ്രദേശത്ത് ഏകദേശം 40ഓളം കുട്ടികളാണത്രേ ഇങ്ങനെ ഇവരുടെ വലയിൽ വീണത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മയക്കുമരുന്നും മറ്റും വാങ്ങിക്കാൻ ചുളിൽ പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് ഈ കുട്ടികൾ ഇത്തരം റാക്കറ്റിൻ്റെ കൈകളിൽ എത്തുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അവകാശപ്പെടുന്ന കേരളമാണ് ഇന്ത്യയിൽ തന്നെ മദ്യ ഉപഭോഗത്തിൽ ഏറ്റവും മുന്നിൽ. ഇന്ത്യയിൽ ശരാശരി 3.5 ലിറ്റർ മദ്യമാണ് ആളോഹരി ഉപയോഗമെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ അത് 8.7 ലിറ്ററാണ്. ഇനിയും അതിൻ്റെ ശതമാനക്കണക്ക് കൂട്ടാൻ ടൂറിസത്തിൻ്റെയും മറ്റും പേരിൽ ബിയർ പാർലറുകളും വിദേശ മദ്യ ഷോപ്പുകളുമൊക്കെ അനുവദിക്കാനുള്ള അണിയറ നീക്കത്തിലാണ് നമ്മുടെ സർക്കാർ. കരുതിയിരിക്കുക. നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്.